വിശേഷാൽ മദേഴ്സ് ഡേ ആണല്ലോ. അപ്പം ഞാനും ഇന്ന് എൻ്റെ രാവിലെ എൻ്റെ മദറിനെ ഓർക്കുവാനായിട്ടിടയായി. അന്നേരം എൻ്റെ മമ്മി എപ്പോഴും പറയുന്നൊരു വാക്യം എൻ്റെ അകത്ത് അന്നെങ്കിൽ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ പിന്നെ അത് തന്നെ ഒന്ന് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മമ്മി എപ്പോഴും ഞാൻ കൊച്ചതായിരുന്നപ്പോൾ സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാം. പ്രോവർബ് സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മതി. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന് കൂടുതലും നിങ്ങളോടാണ്. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. ഹല്ലേലൂയ. ഞാനിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദം ഫിയർ ഓഫ് ദ ലോർഡ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിന് ഭയങ്കര ശക്തിയുണ്ട്. ഈ ദൈവഭയം, യഹോവ ഭക്തി, ഇതെല്ലാം പല ലാംഗ്വേജിൽ പലതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കണ്ടൻ്റ് ഒന്ന് തന്നെയാണ്. യഹോവ ഭക്തി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നു, ഗോഡ്ലിനെസ് എന്ന് പറയുന്നു. ഇതെല്ലാത്തിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, യഹോവ ഭക്തി. അപ്പോൾ എന്താണ് യഹോവ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം? ഹല്ലേലൂയ. അന്ന് ഞാൻ ഈ വേർഡിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നത് കറക്റ്റൊന്നും അല്ലായിരുന്നു. കാര്യം പഠിക്കാനായിട്ട് ബുദ്ധി കിട്ടുമെന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ ഇതിന് കുറച്ചുകൂടെ ആഴത്തിലുള്ളൊരു അർത്ഥമുണ്ട്. ഞാൻ ഇന്ന് അതാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യഹോവ ഭക്തി, അതിൻ്റെ പവർ എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും? ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ, ഇന്ന് കുറേ വാക്യങ്ങൾ വായിക്കാനായിട്ടുണ്ട്. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തി എന്ത് ചെയ്യുന്നു? ദോഷത്തെ വെറുക്കുന്നു. അപ്പോൾ ഈ ദോഷത്തെ വെറുക്കണമെങ്കിൽ നമുക്കെന്താ വേണം? യഹോവ ഭക്തി നമ്മുടെ അകത്ത് വേണം. എന്താണ് യഹോവ ഭക്തി? എന്താണ് യഹോവ ഭക്തി? ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയം. ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയം. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ കുറവായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഭയം. നമ്മുടെയൊക്കെ കാലത്ത് ഈ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളിലും ഭയങ്കര ഭയമായിരുന്നു, ഭയങ്കര റെവറൻസ് ആയിരുന്നു. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ ഭവനങ്ങളിലൊന്നും ബൈബിൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ബൈബിളൊക്കെ വെക്കേണ്ടടുത്ത് സൂക്ഷിച്ചായിരുന്നു വെക്കുന്നത്. ഇന്ന് നമ്മുടെ എവിടെ നോക്കിയാലും കാണും ഒരു ബൈബിൾ. അതുകൊണ്ട് എവിടെ ചെന്നാലും ഒരു ബൈബിൾ കാണും. അതൊരു ഭക്തിയായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ അകത്തുനിന്ന് ആ ഒരു ഭയം അങ്ങ് മാറി. ഇപ്പോൾ ഇവിടെ പറയുന്ന യഹോവ ഭക്തി ഉള്ളവൻ ദോഷത്തെ വെറുക്കുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് സദൃശവാക്യം എഴുതിയിരിക്കുന്നത്. ശലോമോൻ്റെ ആ ഒരു ടീച്ചിങ് ആണ്, ദോഷത്തെ വെറുക്കണമെങ്കിൽ ഭയം നമ്മുടെ അകത്ത് വേണം. ഫിയർ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ എത്രത്തോളം നാം സീരിയസ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അകത്തുള്ള ആ ഭയത്തെ അനുസരിച്ചിരിക്കും. ഹല്ലേലൂയ. ആരാധനയിൽ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആകുന്നു? നമ്മളെല്ലാം പറയും 2-3 പേരുള്ളിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് ആരാധിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്? ഞാൻ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, കർത്താവ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ഭയത്തോടു കൂടെ ആയിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ എൻ്റെ അകത്ത് മറ്റൊരു ചിന്ത വരത്തില്ല. ഞാൻ പൂർണ്ണമായിട്ടും എന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, എന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കും. കാര്യം ആ ഭയം നമ്മുടെ അകത്ത് വാഴണം. യഹോവ ഭയം.
യഹോവ ഭയമുണ്ടെങ്കിൽ ദോഷം ചെയ്യല്ല എന്നാരും പറയേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നാം ദോഷത്തെ വെറുക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ദോഷത്തെ വെറുക്കുവാനായിട്ടിടയാകും. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ കൂടുതലും ചോദ്യങ്ങൾ അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ഇന്നത് ഓക്കെ ആണോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങ് നരകത്തിൽ പോകണ്ട, പക്ഷേ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. പാപം ചെയ്യണമെന്നില്ല, എന്നാലും ബോർഡർ ലൈൻ വരെയൊന്നും പോയാൽ കുഴപ്പമില്ല. നമുക്കില്ല ഷുഗറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്യാതിരുന്നാൽ കുഴപ്പമില്ല, ബോർഡർ ലൈൻ വരെയൊക്കെ നമുക്കിങ്ങനെ നിൽക്കാം എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ പാപത്തെ വെറുക്കുന്ന ഒരവസ്ഥ വരണമെങ്കിൽ നമ്മുടെ അകത്തൊരു യഹോവ ഭയം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ റിവൈവലിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോൾ റിവൈവൽ അത് തുടങ്ങണമെങ്കിൽ അത് നമ്മളിൽ തുടങ്ങണം, അത് നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഭവനത്തിൽ അത് ഉണ്ടാകണം, നമ്മുടെ സഭയിൽ ഉണ്ടാകണം. എന്നിട്ട് ഇത് മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളിൽ തുടങ്ങാതെ നമ്മൾ വലിയ വലിയ ക്ലെയിമുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ ഓപ്പണായിട്ട് ഒരുത്തനെ വാറിന് വിളിക്കുന്നതിന് മുമ്പിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഡറാണെന്നുള്ള കാര്യം നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഹല്ലേലൂയ. ഇതൊരു വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാം ഇഷ്ടമാണ് ഒരു റിവൈവൽ, അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ടത് വാസ്തവമായും എൻ്റെ ഭവനം ക്ലിയർ ആണോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ വാർ നടക്കുക, അല്ലെങ്കിൽ വാറൊക്കെ ഇപ്പം നിന്നു. പക്ഷേ വാറിന് മുമ്പിട്ട് ഇവരെന്താ ചെയ്യുന്നത്? എന്നെങ്കിൽ പോയി അങ്ങ് അടിക്കാം എന്നുള്ളതല്ല, അവരാദ്യം ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കും. എന്നിട്ട് പ്രധാനമന്ത്രി ചോദിക്കുകയാണ്, നമ്മുടെ എല്ലാ ഫോഴ്സിൻ്റെയും മേധാവിയോട് ചോദിക്കും, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ കപ്പാസിറ്റിയൊക്കെ എങ്ങനെ ഉണ്ട്, ഇത് പൊട്ടുമോ, അതോ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? നമ്മൾ യുദ്ധമൊക്കെ തുടങ്ങി അങ്ങോട്ട് നോക്കുമ്പോൾ ഇതങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇത് തീ ഒത്തിയാലോട്ട് കത്തുന്നതും ഇല്ല, അത് പോകുന്നതും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ഇല്ല പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് കർത്താവേ ഇന്ന് ഒരാളുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ നാവിൽ നിന്നൊന്നും വരുന്നില്ലേ, പിന്നെ പോയില്ലേ. അപ്പം ഇത് ആദ്യം എന്ത് പറ്റണം? നമ്മുടെ ജീവിതത്തിൽ തുടങ്ങണം. അപ്പോൾ വാസ്തവമായി നമ്മൾ ഒരാളുടെ മുമ്പിൽ ദൈവം നമ്മളെ എന്തായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? സാക്ഷികൾ, വിറ്റ്നസ്സായിട്ട് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളവിടെ ചെന്നിട്ട് ഈ ഒരുപാട് വാക്യങ്ങളൊന്നും പറയുന്നതിനകത്തല്ല കാര്യം. നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഐ ആം ദ വിറ്റ്നസ്. നിങ്ങൾ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാകും ഹി ഈസ് ഡിഫറെൻറ്റ്. ഹല്ലേലൂയ. അപ്പം എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അകത്ത് ഈ ഫൗണ്ടേഷൻസ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ, നമ്മളിപ്പം ജോൺ 3:16 ഒന്നും എടുത്ത് പറഞ്ഞില്ലെങ്കിലും അവന് കാര്യം മനസ്സിലാകും. അപ്പോൾ വാസ്തവമായി നമ്മളിലാണ് ഇത് ആരംഭിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. റിവൈവൽ നമ്മളിൽ ആരംഭിക്കണം. റിവൈവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് ആരാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവാണ്. ഇത് നമ്മുടെ അകത്ത് നല്ല വേരൂന്നിയില്ലെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പറയുന്നത് മുഴുവൻ നമ്മുടെ കാര്യമായിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ രോഗസൗഖ്യം ഒരിക്കലും കർത്താവിലേക്ക് ഒരുവനെ കൊണ്ടുവരത്തില്ല. നമ്മുടെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ആ ക്രിസ്തു മറ്റുള്ളവനിലേക്ക് കയറണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ അകത്ത് ദൈവഭയവും നമ്മുടെ അകത്ത് ദൈവസ്നേഹവും ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തിയോളജി ഒന്നും പറയാതെ തന്നെ ആൾക്കാർ നമ്മുടെ സാന്നിധ്യത്തിൽ ദൈവത്തെ അറിയുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ
എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം വല്ലാതെ എന്നെ ബ്രേക്ക് ചെയ്യുവാനായിട്ടിടയായി. ഞാൻ ആ ഒരു ബ്രേക്കിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ ബ്രേക്ക് ചെയ്യണം, എന്നെങ്കിലേ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുത്തുള്ളൂ. എൻ്റെ അകത്ത് എത്രത്തോളം ദൈവഭയമുണ്ട്, ദൈവത്തോട് എത്രത്തോളം എൻ്റെ അകത്തൊരു റെവറൻസ് ഉണ്ട്. പ്രൈസ് ലോർഡ്. ഇന്ന് സ്റ്റീവ് വാക്യം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നവരല്ല നാം ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരാകേണ്ടത്. നമുക്കും ദൈവവുമായിട്ടുള്ള ആ ഒരു റെവറൻസിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഭയം നന്നായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ അത് വെളിപ്പെടും. നാം പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാക്കും. അത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും അത് ഹല്ലേലൂയ ഉണ്ടാകുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ വീണ്ടെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് അവരുടെ തലമുറകൾ ആ ദൈവഭയത്തിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഈ പല രീതികളൊന്നുമില്ല. പക്ഷെ നാം ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഭയം വേണം. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നാം സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ അകത്തൊരു ദൈവഭയം വേണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നവർ പറയണം, ഷീ ഈസ് ഡിഫറെൻറ്റ്, ഹീ ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് നമ്മുടെ തലമുറകളെ ഇവർ സാക്ഷികളാണെന്ന് പറയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. ഈ ചർച്ച് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോൾഡ് ചെയ്യുന്നത്. നമ്മളിന്ന് പലയിടത്തും വാതിലുകൾ നാം മുട്ടുന്നുണ്ട്, പലതും നാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ പിശാച് എങ്ങനെയെങ്കിലുമൊക്കെ വാതിൽ അടയ്ക്കുവാനായിട്ട് നോക്കുക. ഏതെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പിശാച് ആരെങ്കിലുമൊക്കെ വെച്ച് വാതിലടയ്ക്കും. കാര്യം അവനറിയാം നമുക്കൊരു എൻട്രി തരില്ലെന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് വീഴുന്ന ദൈവവചനം എടുത്തു കളയുന്ന ഒരു പിശാചുണ്ട്. നിങ്ങളെ മോൾഡ് ചെയ്യുവാൻ സമ്മതിക്കാതെ, നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകുവാൻ സമ്മതിക്കാതെ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നിങ്ങളെ 2 സ്റ്റെപ്പ് പുറകോട്ട് കൊണ്ടുവരുന്ന ഒരു പൈശാചിക വ്യാപാരം ഇതിൻ്റെ നടുവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ദൈവമക്കളെ നമ്മളായിരിക്കുന്നത്. നമ്മുടെ അകത്ത് അത്രയ്ക്ക് നമ്മുടെ അകത്തൊരു ഒരു തീഷ്ണത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവ ഭക്തിയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ദൈവത്തിൻ്റെ ഭയമാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, ഈ ദൈവത്തിൻ്റെ ഭയം എങ്ങനെയാണ് നമ്മുടെ അകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഒരു ദിവസം ദൈവവചനം വായിച്ചില്ലെങ്കിൽ, നമ്മുടെ അകത്ത് പ്രത്യേകിച്ച് ഭയമൊന്നും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്താണത് നമ്മളെ കാണിക്കുന്നത്? ഒരു ദിവസം ഇച്ചിരി ഉഴപ്പി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയാലും കുഴപ്പമില്ലെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ അകത്ത് വാസ്തവമായും ദൈവഭയം കുറഞ്ഞു പോയെന്നല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയല്ലേ? ഒരു ദിവസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി സമയം കുറഞ്ഞു പോകുമ്പോഴും നമുക്കൊന്നും ഒരു കുറ്റബോധവും ഇല്ലാതെ കിടന്നുറങ്ങുവാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ദൈവഭയം എവിടൊക്കെയോ കുറഞ്ഞു പോയെന്നല്ലേ അർത്ഥം? അപ്പോൾ നമ്മുടെ അകത്ത് ദൈവഭയം എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ആ ഒരു പദം ഇന്ന് വളരെ സീരിയസ് ആയിട്ട് നാം ചിന്തിക്കണം. കാര്യം പഴയ നിയമത്തിൽ അനേക ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ ഈ ദൈവഭയം അവരെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ടിടയായി. ഈ ദൈവഭയം എന്നുള്ള വാക്യം ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലാണ്. അതൊരു ദേശത്തെക്കുറിച്ച് അബ്രഹാം പറയുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം.
പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു ഈ ദേശത്ത് ദൈവഭയമില്ല. ഹല്ലേലൂയ. അപ്പം ഈ ദേശത്ത് ദൈവഭയം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മുടെ ദേശം ഒന്ന് എടുത്തു നോക്കുക. നമ്മളിവിടെ ആയിരിക്കുന്ന ദേശത്തൊന്ന് എടുത്തു നോക്കിയേ. ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ആണും തമ്മിൽ വിവാഹം കഴിക്കാം, പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കാം, ദേഹത്ത് എന്ത് വേണമെങ്കിലും ചെയ്തു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അബ്രഹാം ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ആദ്യമായിട്ടൊരു പദം ഉപയോഗിച്ചത് ദൈവഭയം ഇല്ലാത്ത ദേശം. മോറലി അത് ഡീക്കേ ആയി പോകും, മോറലി അത് ഡീഗ്രേഡഡ് ആയി പോകും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മോറൽ സൈഡ് നന്നായിട്ട് നിൽക്കണമെങ്കിൽ അവരുടെ അകത്തൊരു ദൈവഭയം വേണം. ഈ കാര്യങ്ങളൊന്നും ഇറ്റ്സ് ഓക്കെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓക്കെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്ന് കേട്ടതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇച്ചിരി സീരിയസ് ആകണം. ഹല്ലേലൂയ. രണ്ടാമത് ദൈവമാണ് രണ്ടാമത് ഈ ദൈവഭയം എന്നുള്ളൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിലാണ്. അബ്രഹാമിനെ കുറിച്ചൊരു ടെസ്റ്റ് മണി പറയുകയാണ്. എന്താണ്? പറയുന്നു, നീ ഏകജാതനായ മകനെ നീ തരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ എന്തറിയുന്നു, നിനക്ക് ദൈവഭയമുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ ദൈവഭയം ഈ കൊടുക്കുന്നതുമായിട്ട് റിലേറ്റഡാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലാതെ ഇരുന്ന് ഉണ്ടായ ഒരു കുഞ്ഞ്, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ഉണ്ടായ ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച സാറയോട് പോലും പറയാതെ ഈ കൊച്ചിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോവുക ഈ അപ്പച്ചൻ. ഈ പുള്ളിക്കാരന് ഭാര്യയോടുള്ള ഭയമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഞാനൊന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു, ഇതെങ്ങാണം ചെയ്യാനായിട്ട് ഈ തന്ന കാലത്ത് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? പ്രൈസ് ദി ലോർഡ്. പറയാണ്, ഈ പുള്ളിക്കാരന് ഇതെല്ലാം ഭയമുണ്ട്, പക്ഷെ ഇതിനേക്കാളെല്ലാം വലിയ ഭയം ആരോടാ? ദൈവത്തോടാ. ഹല്ലേലൂയ. നമുക്ക് ലോകത്തിലുള്ള എല്ലാത്തിനെയും പേടിയാ, പക്ഷേ ദൈവത്തെ മാത്രം ഒരു പേടിയില്ല. കാര്യം നമ്മൾ കേട്ടിട്ടുള്ള മുഴുവനും ഏതാ? സ്നേഹവാനായ ദൈവം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവന് ദൈവത്തെ ഭയമുണ്ടെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. അബ്രഹാം ബഹുജാതികൾക്ക് പിതാവായി തീർന്നു, അവൻ വിശ്വാസികളുടെ പിതാവായി തീർന്നു. എന്തുകൊണ്ടാ? അവനിലുള്ള ദൈവഭയം. നമ്മൾ ഏതെങ്കിലും ഒക്കെ അവസ്ഥയിലായിരിക്കുന്ന നമ്മളെ തന്നെ ഒന്നൊന്ന് ശോധന ചെയ്ത്, നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണോ? അതോ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ മാതാക്കന്മാരെയും നമ്മുടെ സാഹചര്യത്തെയൊക്കെ ഭയപ്പെടുന്നവരാണോ? ഹല്ലേലൂയ. ഈ ആദിമ വിശുദ്ധന്മാർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഭയം ഭയങ്കര സീരിയസ് ആയിരുന്നു. അവരുടെ ആ റെവറൻസ് ഭയങ്കര സീരിയസ് ആയിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് നാം കാണുന്നു, ഉൽപ്പത്തി പുസ്തകം തന്നെ 39-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ജോസഫ് പറയുന്നത്, ജോസഫിൻ്റെ ജീവിതത്തിൽ ആകെ കിട്ടിയ ഈ പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോഴാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ജീവിതത്തിനൊരു മാറ്റം സംഭവിച്ചത്. അതുവരെ തൻ്റെ ജീവിതം മുഴുവനും ഏതായിരുന്നു? കാരാഗൃഹവും നരകവുമായിരുന്നു. അങ്ങനെ കിട്ടിയ ഒരു വള്ളിയായിരുന്നു പൊത്തിഫറിൻ്റെ ഭവനം.
അവിടെ ജീവിതം ഏതാണ്ടൊക്കെ കരകയറി എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും. 39 അധ്യായത്തിൻ്റെ 9 വാക്യം ഒന്ന് വായിച്ചു. പ്രൈസ് ലോർഡ്. ജോസഫിന് പറയാണ്, ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യും. അപ്പോഴും അവിടെയും ഭയം എന്ന് പറഞ്ഞാൽ മുതലാളിയുള്ള ഭയമല്ല, വേറെ ആരോടുമുള്ള ഭയമല്ല, പറയണത് ദൈവത്തോടുള്ള ഭയം. ഹല്ലേലൂയ. ദൈവവുമായിട്ട് എനിക്കൊരു കണക്കുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. എനിക്ക് ഈ ലോകത്തിലെ ജീവിതമൊക്കെ ഒരു ലിമിറ്റഡായിട്ടുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ കണക്ക് കൊടുക്കേണ്ടത് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയോടല്ല, എൻ്റെ ഭാര്യയോടല്ല, എൻ്റെ കുഞ്ഞുങ്ങളോടല്ല. ഞാൻ ദൈവത്തോട് കണക്ക് ചോദിക്കേണ്ട, അല്ലെ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എത്ര പേരുടെ അകത്ത് ഈ ഒരു ഭയമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പലരെയും സന്തോഷിപ്പിക്കുവാനായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അകത്ത് ഇങ്ങനെ ഒരു ഭയം വാഴുന്നുണ്ടോ? എനിക്ക് കണക്ക് കൊടുക്കാനുള്ളത് ദൈവത്തോടാണ്. അതായിരുന്നു ജോസഫിൻ്റെ ജീവിതത്തിലെ ഒരനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. തനിക്ക് അകത്ത് ആ നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യും. നീ പാപം ചെയ്യുന്നത് ദൈവത്തോടാണെന്നുള്ളൊരു കാര്യം, ഒരു ബോധ്യം നിനക്കുണ്ടാകട്ടെ. അപ്പോഴേ ഈ ദൈവത്തിൻ്റെ ഭയം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റും. യോബിൻ്റെ ജീവിതത്തിൽ യോബിനെക്കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്ന മറ്റൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ പറയുന്നു, അത് ദൈവത്തെ, യോബിൻ്റെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 1 വാക്യം, ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ. ജോബ് ഫിയർഡ് ദ ഗോഡ്. ദൈവത്തെ ഭയപ്പെട്ടു അവൻ. ഹല്ലേലൂയ. ഇനി ദാനിയേലിൻ്റെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 8 വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് ഭയമുള്ള ഒരു വ്യക്തിയുടെ ജീവിതം, ഞാനത് എന്നെ ഒന്ന് ടച്ച് ചെയ്യുവാനായിട്ടിടയായി. ഈ ദാനിയേലിൻ്റെ ജീവിതത്തിൽ താൻ പറയാണ്, എനിക്ക് അശുദ്ധി വരുത്തരുതേ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഭയമുള്ള ഒരു വ്യക്തിയുണ്ട്, അത് ദൈവമാണ്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തെ ഭയപ്പെട്ടപ്പോഴെന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ സിംഹത്തെ താൻ ഭയപ്പെട്ടില്ല. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീ സിംഹത്തെ ഭയപ്പെടത്തില്ല. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ചുറ്റുപാടുമുള്ളതിനെ നീ ഭയപ്പെടത്തില്ല. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നിന്റെ ഭാവിയെ ഓർത്ത് നീ ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ ഭയമില്ലാത്തവന് ലോകത്തുള്ള സകലത്തിനെ ഭയമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരുവൻ്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കേണ്ട വരത്തില്ല. ഹല്ലേലൂയ. അത് വലിയൊരു ദൂതാക്കി ഏറ്റെടുത്ത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവനാണെങ്കിൽ മറ്റൊരുവൻ്റെയും മുമ്പിൽ നീ മുട്ടുമടക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാര്യം നിൻ്റെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. ഹി ഈസ് ജലസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭയമൊക്കെ മാറണമെങ്കിൽ നമുക്ക് ദൈവഭയം അകത്ത് കയറണം. ദൈവഭയം അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഭയമൊക്കെ അങ്ങ് മാറും. രോഗത്തെക്കുറിച്ചുള്ളൊരു ഭയമൊക്കെ അങ്ങ് മാറും. ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതയൊക്കെ അങ്ങ് മാറും. ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. പൗലോസ് തീമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ 2 തീമോത്തി 3 അധ്യായത്തിന് 5 വാക്യം. ഹല്ലേലൂയ. അതിൻ്റെ മേളത്തെ വാക്യം കൂടെ വായിച്ചു.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ധരിക്കുക. അപ്പോൾ ഈ ഭക്തിക്കൊരു ശക്തിയുണ്ട്, അങ്ങനെയല്ലേ? ഈ ഭക്തിക്കൊരു ശക്തിയുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നതിൻ്റെ ശക്തി അത് വലുതാണ്. ഹല്ലേലൂയ. ഇന്ന് ഡാനിയൽ പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞല്ലോ, ഇവിടെ വന്നപ്പോഴൊരു കാര്യം മനസ്സിലായെന്ന്, ഈ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വീക്കായിട്ടുള്ളത്. പെട്ടെന്ന് കരയുന്നവർ, പെട്ടെന്ന് പോയി ദൈവസന്നിധിയിൽ നിലമ്പാട് വീഴുന്ന ആൾക്കാരെ അറിയാമോ? അവരെ നോക്കി മറ്റുള്ളവരൊക്കെ പറയും, ഓ, ഹൃദയത്തിന് ഒരു ധൈര്യം ഇല്ലാത്ത ആൾക്കാർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരെ പോലെ ശക്തരായിട്ടുള്ള ആൾക്കാർ വേറെ കാണത്തില്ല. കാര്യം അവരുടെ ആശ്രയം മുഴുവൻ ദൈവത്തിലാണ്. ഏത് വിഷയത്തിലും പോയി ദൈവസന്നിധിയിൽ നിലമ്പാട് വീഴുന്നവനുണ്ടല്ലോ, അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദൈവസന്നിധിയിൽ നിലമ്പാട് വീഴുക, ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം ആശ്രയിക്കുക. ഹല്ലേലൂയ. ഈ ഒരു വാക്യത്തിൽ ശക്തി എന്ന് പറയുന്നതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെ ഡുനാമീസ് എന്നുള്ള പദമാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഈ ഡൈനാമൈറ്റൊക്കെ ഉണ്ടായത്. ഡുനാമീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ പവർഫുള്ളാണ് ദൈവഭയം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ അകത്ത് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവഭയം. ഇവരോട് പറയണം, നിങ്ങൾ നാളെ പഠിച്ചില്ലെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യഹോവഭക്തി. ഹല്ലേലൂയ. പഠിച്ചില്ലെങ്കിൽ അടിച്ചില്ലെങ്കിൽ 2 അടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പ്രാർത്ഥിച്ചില്ലേ കൊടുക്കണം. കാര്യം പിള്ളേർക്ക് മനസ്സിലാക്കണം സീരിയസ് ആണെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സീരിയസ് ആകാത്തിടത്തോളം കാലം നമ്മുടെ തലമുറയും സീരിയസ് ആകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്യാനൊന്നും അല്ല ഈ തലമുറകളെ നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്നത്. അവരെ നല്ല വഴിക്ക് വളർത്താൻ വേണ്ടിയിട്ട്, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. ഇപ്പം ചിലരൊക്കെ പിള്ളേർ പറയുന്ന കേട്ടുകൊണ്ടാണ് നയിക്കുന്നത്. അവരെ അല്ല ഏൽപ്പിച്ചത് നിങ്ങളെ വളർത്താൻ, അവരെ വളർത്താൻ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവരോട് ദൈവം ചോദിക്കത്തില്ല, നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടവരാ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഭക്തി, ഈ യഹോവ ഭക്തി കുഞ്ഞുങ്ങളുടെ മേലുണ്ടാക്കണം. അതിനൊരു ഒരു പവറുണ്ട്. ഹല്ലേലൂയ. വളരെ വിഷമകരമായ ഒരു കാര്യം, നമ്മുടെ ഇടയിലാണ് ഈ ഭക്തി കുറഞ്ഞു പോകുന്നത്. നമ്മുടെ ഇടയിൽ ഭയങ്കര ഭക്തി കുറവാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷേ പലയിടങ്ങളിലും ഞാൻ കാണുന്നത്, നമുക്ക് ഈ സ്നേഹവാനായ ദൈവത്തെ പ്രസംഗിച്ച് നമ്മളിപ്പം ദൈവത്തിൻ്റെ തോളെ കൈയിട്ടുണ്ടെങ്കിൽ നടക്കുമായതുകൊണ്ട് ഭക്തിയൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു ഭയമകത്ത് വേണം. യെശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ ഏതാണ് വാക്യം? 66-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. എൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവവചനമാ. വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കണം. ഹല്ലേലൂയ. വചനത്തിന് മുമ്പിൽ വിറയ്ക്കണം. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ പാത്രമൊക്കെ കഴുകാൻ ഇപ്പോൾ ഉള്ള നല്ല പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരുപാട് ചിരിച്ച്, നമുക്ക് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ച് പാത്രമൊക്കെ കഴുകാനുള്ള ആവേശം തരുന്ന പ്രസംഗങ്ങൾ. പ്രൈസ് ഗോഡ്. നീ വിറയ്ക്കണം. വചനം വരുമ്പോൾ നിന്റെ കൈ വിറയ്ക്കണം. അങ്ങനെ ഉള്ളവനെ ദൈവം എന്താ പറഞ്ഞേ? കടാക്ഷിക്കും. ഹല്ലേലൂയ.
ദൈവവചനം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ആ സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങും. നേരത്തെ കേട്ടതുപോലെ ഇതൊരു മ്ലേച്ഛതയുള്ള ഒരു ദേശമാണ്. മോറൽ സൈഡൊക്കെ വളരെ വീക്കായ ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. നമ്മൾ സീരിയസ് അല്ലെങ്കിൽ പിന്നെ ആര് സീരിയസ് ആകും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വചനം അകത്ത് വീഴുന്നത് പോലും എടുത്തു കളയുന്ന തരത്തിലുള്ള പൈശാചിക വ്യാപാരമുള്ള സ്ഥലത്ത് നാം ആയിരിക്കുമ്പോൾ എത്രത്തോളം നാം സീരിയസ് ആയിരിക്കണം. ഹല്ലേലൂയ. ശരിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ എല്ലാം വീക്ക്നെസ്സാണ്. പക്ഷേ അവരെ വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. ഈ വചനം സീരിയസ് ആണെന്നും ഈ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ അകത്തുണ്ടാകണമെന്നുള്ളതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കും? ഹല്ലേലൂയ. അവർക്കൊരു എക്സാമ്പിൾ ആകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. നമ്മൾ വില കൊടുക്കുന്നതിന് അവരും വില കൊടുക്കും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്തൊന്നും നമ്മൾ ആരും പെർഫെക്റ്റ് ആയെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വാക്യങ്ങൾ വരുമ്പോൾ എൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണം. നമ്മൾ പലപ്പോഴും തമാശയ്ക്ക് പറയുന്നതായിരിക്കാം. തമാശ പറയേണ്ടതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നാളെ തൊട്ട് എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യവും റെവലേഷനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും പറയണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയണം, നമ്മൾ ദൈവമക്കളാണ്. നേരത്തെ കേട്ടതുപോലെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മളെ വിളിച്ചൊരു വിളിയുണ്ട്. നമുക്കിന്ന് പല തരത്തിലും നമുക്കതൊന്നും ചെയ്യുവാനായിട്ട് കഴിയാത്ത രീതിയിൽ വളരെ ശക്തമായൊരു റെസിസ്റ്റൻസ് എല്ലാ മേഖലകളിലുമുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഷോൾഡറിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഈ തലമുറകളെ വളർത്തുവാൻ, ആ ഭക്തിയോടുകൂടെ ഇവരെ വളർത്തുവാൻ, ഓരോ കാര്യത്തിലും വളരെ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. നമ്മുടെ മീറ്റിങ്ങുകൾ മുടക്കുന്നത് ഓക്കെ അല്ല എന്ന് അവരുടെ അകത്ത് വരണം. നീ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് പറ്റും. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ അയർലൻഡിൽ വെച്ച് ഞാനൊരു ഫാമിലി ചെന്നപ്പോൾ അവിടുത്തെ കൊച്ചു വെച്ച് അപ്പം അവന് ഞായറാഴ്ച മീറ്റിങ്ങിന് കഴിയാതെ സോക്കറിന് പോകണം. സോക്കറിൻ്റെ ഗെയിമുള്ള സമയത്ത് എങ്ങനെയാണ് മീറ്റിങ്ങിന് വരുന്നത്? ഇവൻ്റെ അകത്തിരിക്കുന്ന ചിന്തയാണ്. അപ്പോൾ മമ്മി പറഞ്ഞു, ആണ്ടാ പാസ്റ്റർ അങ്കിളിനോട് ചോദിര് എൻ്റെ സംശയം എന്താന്ന്. അവൻ വന്ന് അവൻ ചോദിച്ചത് ചോദ്യം ഇങ്ങനെയാണ്. കാര്യം മമ്മി വർക്ക് ചെയ്യുമ്പോൾ മമ്മിക്ക് പലപ്പോഴും ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ ഞായറാഴ്ച കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ നേഴ്സുമാരൊന്നും പിണങ്ങരുത്, നിങ്ങൾക്കൊക്കെ ജോലിക്ക് പോകണം, എനിക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം. അപ്പോൾ അവൻ ചോദിച്ചു, പാസ്റ്ററങ്ങളെ ജോലിക്ക് പോകുന്നത് ഞായറാഴ്ച കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി ഈ പോക്ക് ഇവൻ എന്നെ കുരുക്കാനുള്ള പോക്കാണെന്ന്. പറഞ്ഞു, പിന്നെ ജോലിക്ക് കട്ട് ചെയ്യാമെങ്കിൽ പിന്നെ ഫുട്ബോളിന് എന്തുകൊണ്ട് കട്ട് ചെയ്തുകൂടാ? അതാണ് വരുന്ന ചോദ്യമെന്ന് എനിക്ക് മനസ്സിലായി. ഒരു തരത്തിൽ നമ്മൾ അവനോട് പറഞ്ഞ് ദൈവത്തെ മാനിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് അപ്പോൾ ഇതിനോട് പറയുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ പറയുന്നതല്ല കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്, നമ്മൾ ചെയ്യുന്നതാണ്. അവർ കാണുന്നതാണ് അവർ കേൾക്കുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷേ അവർ നോക്കുന്നത് നമ്മളെയാണ്. ഹല്ലേലൂയ. ഒരു തലമുറയുടെ വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അടുത്ത ഒരു ജനറേഷൻ നഷ്ടപ്പെട്ടു പോയാൽ നിന്നോടാ ചോദിക്കുന്നത്, നീയാണ് ഈ ചെയിൻ ബ്രേക്ക് ചെയ്തത്. ഹല്ലേലൂയ. ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? ആ ഭക്തി ഈ കുഞ്ഞുങ്ങളുടെ അകത്തുനിന്ന് പോയാൽ, ആ ഭയം ഈ കുഞ്ഞുങ്ങളുടെ അകത്തുനിന്ന് പോയാൽ, ഇവർ പാപത്തിൻ്റെ വളരെ ഈസി ആയിട്ട് കൈ നീട്ടുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഈ ഭക്തി ഇവൻ്റെ അകത്തുണ്ടെങ്കിൽ അവൻ പാപത്തെ വെറുക്കുവാനായിട്ടിടയാകും. കാര്യം ഈ യഹോവ ഭക്തിക്ക്
തീമോത്തിയോടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതെല്ലാം പഴയ നിയമത്തിലാണെന്ന്. ഇത് പുതിയ നിയമത്തിലെയാണ് പറയുന്നത്. ഈ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കൂടെ. ഇതാരാ ഭക്തിയുടെ വേഷം ധരിക്കുന്ന ആരാ? പുതിയ നിയമവിശ്വാസികളായ നമ്മൾ. നമുക്ക് നല്ല വേഷമൊക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ ഏതൊക്കെ കളർ പറ്റും, എന്തൊക്കെ പറ്റും, ഏതൊക്കെ അനുവദനീയമാണ് എന്നൊക്കെ നമുക്കറിയാം. ഇതാണ് വേഷം ധരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ അകത്ത് ഒരു സീരിയസ്നെസ്സും ഇല്ല. നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും, എങ്ങനെയും ജീവിക്കും. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് പറയുന്നത്. ഇവരാണ് ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്ത് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലുമുള്ളത്. വാസ്തവമായി നിൻ്റെ അകത്ത് ഭക്തി വേണം. അത് കുഞ്ഞുങ്ങളുടെ അകത്ത് ഉണ്ടാകണം. കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ട് വളരണം. ഹല്ലേലൂയ. ദൈവദാസന്മാരെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നെന്നുള്ളതും നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് എന്ത് പറയുന്നെന്നുള്ളതും ഒക്കെ ഈ കുഞ്ഞുങ്ങളുടെ അകത്ത് കേൾക്കുന്നത്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇവരെ മാറ്റാൻ പറ്റത്തില്ല പിന്നെ. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ പറയണ്ട എന്ന് വിചാരിച്ച് എങ്കിലും പറയുക. ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറകൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാര്യം നമ്മുടെ സംസാരമാണ്. നമ്മുടെ നാവിന് ഫിൽട്ടർ ഇല്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ തലമുറകൾ തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം. കാര്യം അവർ നമ്മളെക്കാൾ ജെന്യൂനാണ്. ഹല്ലേലൂയ. അവർ മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ട് പറയുമ്പോൾ എനിക്ക് ഈ പിള്ളേരുടെ അടുത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് ഇവരുടെ മേൽ ഹോപ്പുണ്ട്. കാര്യം അവരുടെ ഭക്തിയും അവരുടെ വർഷിപ്പിനകത്തും ഒക്കെ കുറച്ചുകൂടെ ഒരു ജെന്യൂനിറ്റി ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ അവരെയും കൂടെ കറപ്റ്റഡ് ആക്കരുത്. നമ്മളൊരാളെക്കുറിച്ച് പറയുവാണെങ്കിൽ അവരത് കേട്ടാൽ അവരുടെ അകത്തുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അവർ അങ്ങനെ എഴുതി വയ്ക്കാനായിട്ടിടയും, എൻ്റെ പപ്പയും മമ്മിയും അവിടെ ചെന്ന് ഭയങ്കര പ്രസംഗവും ഭയങ്കര സാക്ഷ്യം പറിച്ചിടുക. വീട്ടിൽ നിന്ന് അല്ലെ കാറിൽ കയറുമ്പോൾ ഇതാ പറയുന്നത്. പോയി ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. അവർ കാണുന്നത് എന്തുവാ? ഇത് മുഴുവൻ കള്ളന്മാരാണ്. അങ്ങനെ കേട്ടിട്ടില്ലേ? ചിലർക്ക് പറയും ഇത് മുഴുവൻ കള്ളന്മാരാ. ഇത് കേട്ട് തലമുറ മുഴുവൻ പറയുന്നത് ഈ പറഞ്ഞവനൂടെ കള്ളനാന്നേ അവൻ വിചാരിക്കത്തുള്ളൂ. കാര്യം നമ്മുടെ അകത്ത് ഭക്തി പോയി. ഭക്തി പോയപ്പോഴുള്ള പ്രശ്നം എന്തും പറയാമെന്നായി. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭവനത്തിൽ എന്തും പറയാമെന്നായി. കുഞ്ഞുങ്ങളിത് കാണുക. ഹല്ലേലൂയ. നിൻ്റെ അകത്തൊരു യഹോവ ഭക്തി ഉണ്ടെങ്കിൽ, ഒരു ഭയമുണ്ടെങ്കിൽ നീ ചില കാര്യങ്ങളൊന്നും പറയത്തില്ല. നിന്നെ ഒരു ഭയം ഭരിക്കുവാനായിട്ട് തുടങ്ങും. ചില കാര്യങ്ങളൊന്നും നീ ചെയ്യത്തില്ല. കാര്യം എങ്ങനെ? നീ ദോഷം വിട്ടകലുവാനായിട്ടിടയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഹോൾഡിംഗ് ടു ഫോം ഔട്ട്വേർഡ് godliness although they have denied its power. Hallelujah. എന്നാൽ അവരെക്കുറിച്ച് പറയുന്നത് അവോയ്ഡ് സച്ച് പീപ്പിൾ ആൻഡ് കീപ് ഫാർ എവേ ഫ്രം ദം. ഇങ്ങനെയുള്ളൊരു ഭയങ്കര പ്രശ്നക്കാരാണ്. ഞാൻ പറഞ്ഞല്ല, പൗലോസ് പറഞ്ഞതാ. കാര്യം ഇവരുടെ അടുത്ത് പോലും പോലെന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നില്ലേ? ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പറ്റുന്നില്ലേ? അറിയാതെ പറ്റുന്നില്ല. ഞാൻ പറയുന്നല്ല, ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിലായിട്ട് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പരിശോധിച്ച് പറയുകയാണ്, കുറച്ചുകൂടെ കെയർഫുള്ളാകണം. ഹല്ലേലൂയ. നിങ്ങളെ ആരെയും കുറ്റം പറഞ്ഞാലേ, ഞാൻ എന്നെ തന്നെ പറഞ്ഞ ആസ് എ പ്രീച്ചർ, ആസ് എ മിനിസ്റ്റർ, I need to be more careful. Hallelujah. കാര്യം ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ഇന്ന് വചനം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് ആദ്യം വന്നൊരു ചിന്ത, നിങ്ങളുടെ ഇത്രയും പേരുടെ ഒരു സമയം, ഞാനൊരു 45 മിനിറ്റ്സ് നിങ്ങളുടെ ഇത്രയും പേരുടെ ഞാൻ സ്പെൻഡ് ചെയ്യുക. I need to be accountable. I need to be responsible for that hours. ഞാൻ എന്തെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല.
ഞാൻ കർത്താവിനോട് ഇന്നലെ രാത്രിയിലും പറഞ്ഞ, കർത്താവേ, ഇത്രയും പേരുടെ സമയം ഞാൻ മെനക്കെടുത്താൻ പാടില്ല. നിനക്ക് എന്നോട് ഇവരോട് എന്ത് സംസാരിക്കണമോ അതെനിക്ക് തരണം. ഐ നീഡ് എ മെസ്സേജ് ടുഡേ. ഹല്ലേലൂയ. ഐ ആം റെസ്പോൺസിബിൾ. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യത്തിനും റെസ്പോൺസിബിളാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മാതാപിതാക്കളായ നമ്മൾ റെസ്പോൺസിബിളാണ്. ഡാനിയൽ പാസ്റ്റർ പറഞ്ഞില്ലയോ മദേഴ്സിനെ കുറിച്ച്? അവർ റെസ്പോൺസിബിളാണ്. അവർ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് സ്പിരിച്വലി അവരെ ഫീഡ് ചെയ്യണമെന്നുള്ളത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരെ കറക്റ്റ് ചെയ്യണമെന്നുള്ളത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവർക്ക് ഏത് സീരിയസ് ആണ്, ഏത് സീരിയസ് അല്ല, ഏത് പ്രയോറിറ്റിയാണ്, ഏത് പ്രയോറിറ്റി അല്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി പേരൻസിൻ്റെയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഈസിയായിട്ട് നമുക്ക് കഴിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല കൺമഷങ്ങളും മാറ്റി. ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഔട്ട്വേർഡായിട്ടുള്ള കാര്യം മാത്രമല്ല, ജഡത്തിലെയും ആത്മാവിൻ്റെയും സകല കൺമഷങ്ങളും മാറണം. ഒരു റിവൈവലിൻ്റെ തുടക്കം നമ്മളിൽ നിന്നാകട്ടെ. ഓരോരുത്തരെയും ദൈവം നല്ലതായിട്ട് ഉടച്ച് പണിഞ്ഞതിന് ശേഷമേ അവരെ ദൈവം ഉപയോഗിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിയാമോ? ഇല്ലെങ്കിൽ നമ്മൾ ഒരാളോട് വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കിട്ടത്തുള്ളൂ, ദൈവത്തെ കിട്ടത്തില്ല. അവർ ചില പ്രോസസ്സിലൂടെയൊക്കെ നമ്മളെ ദൈവം കടത്തിവിടും. ഹല്ലേലൂയ. ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷങ്ങളും മാറും. എന്താണ് ജഡത്തിലെ കൺമഷം? ഇപ്പം ഈ മുടിയനായ പുത്രൻ്റെ, ധൂർത്തനായ പുത്രൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലുണ്ടായത് ജഡത്തിലെ കൺമഷമാണ്. അവന് കണ്ട കാര്യങ്ങളൊക്കെ കണ്ടു, എന്നാൽ വിചാരിച്ചു വന്നാൽ പിന്നെ കുറച്ച് കാശൊക്കെ കൊണ്ടുവന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയി. നഷ്ടപ്പെട്ടതെല്ലാം, അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം അവൻ്റെ ജഡത്തിൻ്റെ കൺമഷമാണ്, കണ്ണിന് ഇമ്പമുള്ളതൊക്കെ. പിന്നെ ആത്മാവിൻ്റെ കൺമഷം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഒരു മൂത്ത പുത്രൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് അവൻ്റെ ആത്മാവിൻ്റെ കൺമഷമാണ്, ലെസ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം ഇത് രണ്ടും മാറണം. ഒരുവനാണെങ്കിൽ ലോകത്തിൻ്റെ പ്രകാരമുള്ള എല്ലാം അടിച്ചു പൊളിച്ച് എല്ലായിടം കൊണ്ട് നശിപ്പിച്ച് അങ്ങനെ പോയി. മറ്റവൻ എപ്പോഴും എവിടാ? അപ്പൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും അവൻ്റെ ആത്മാവിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടില്ല. അവനിപ്പോഴും അറിയത്തില്ല അപ്പൻ ആരാന്ന്. എല്ലാ ദിവസവും ഇവർ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്, എല്ലാ ദിവസവും ഇവർ ഒരുമിച്ചാണ് വർത്തമാനം പറയുന്നത്. പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ പറയുക, നീ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഞാനും നീയും ഒക്കെ ആയി മാറി. അന്നേരം അവന് മനസ്സിലായില്ല ഞാൻ അപ്പൻ്റെ ഭവനത്തിലാണെന്ന്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം, ജഡത്തിലെ കൺവെൻഷനൊക്കെ നമ്മൾ ഒരുമാതിരിയൊക്കെ നമ്മൾ അതിനകത്തു നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചു. പക്ഷെ ആത്മാവിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് മനസ്സിലായില്ല നമുക്ക് നമ്മുടെ ചിന്താഘട്ടലത്തിൽ, നമ്മുടെ ദേഹിമണ്ഡലത്തിലൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുള്ളത്, അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മുടെ അകത്ത് വേണമെന്നുള്ളത്. ഞാൻ അപ്പൻ്റെ ഭവനത്തിലാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ അകത്ത് വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ ആ ദൈവഭക്തി നമ്മളെ ഒന്ന് വാഴുവാനായിട്ട്, നമ്മുടെ ഈ പാപത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ഭയം, ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. എല്ലായിടവും ഒരു ഡിസിപ്ലിൻ വേണം. ഒരു ഭയമുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിനുണ്ട്, അല്ലേ? നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ബോസ്, പുള്ളി ഇച്ചിരി സ്ട്രിക്റ്റ് ആണെങ്കിൽ എന്താ, പുള്ളി പറയണ 8 മണിയാണ് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ 7:55 അവിടെ കാണും. അതെന്താണ്? നമ്മുടെ അകത്തൊരു സീരിയസ്നെസ് ഉണ്ട്.
നാളെ ചെന്നില്ലെങ്കിൽ അടുത്ത പെർഫോമൻസ് റിവ്യൂവിൽ അത് വെളിപ്പെട്ട് വരുമെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ ആരാധനയും ദൈവവുമായിട്ടുള്ള ബന്ധവും പ്രാർത്ഥനയും വചനധ്യാനവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സീരിയസ്നെസ് കുറവാണ്. ഏതാ, സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കും, സമയം കിട്ടിയാൽ നടക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോവും. ഇല്ല, ഇന്നിപ്പം വായിച്ചില്ലേ എന്താ, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പാസ്റ്റർ എന്തായാലും പ്രസംഗിക്കും, അപ്പോൾ കേട്ടാൽ പോരെ. അല്ല, നമുക്ക് വരാനുള്ള ദൂതുകളൊന്നും ദൈവം ആർക്കും കൊടുക്കത്തില്ല, നമുക്ക് തന്നെ തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളവരാണ് പലരും. അതുകൊണ്ട് പിന്നെ സ്വന്തമായിട്ടൊന്നും മെനക്കെടത്തില്ല. ഏതാ, വണ്ടിയിലിരിക്കുമ്പോഴായാലും നമുക്കുള്ള ദൂതുകളൊക്കെ ലഭിക്കുമെന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ എഫർട്ട് എടുക്കണം. നമുക്കതിനകത്തൊരു സീരിയസ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നാം ആ കാര്യത്തിലൊക്കെ ഇച്ചിരി ഒരു ലൈറ്റായിട്ട് എടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ തന്നു. നമ്മുടെ അകത്ത മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ഒന്ന് ശക്തിയോടുകൂടെ ഒന്ന് ബലപ്പെടണം. ഈ അകത്ത മനുഷ്യൻ ബലപ്പെട്ട ഈ കാര്യത്തിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും. കാര്യം ഈ വാച്ച്മാനി എന്ന് പറയുന്ന ആ ദൈവദാസൻ ഈ നമ്മുടെ ഒരു രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് തന്നെ, ഈ അകത്ത മനുഷ്യന് എന്താണ് അകത്ത മനുഷ്യൻ എന്നുള്ള കാര്യം തൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിങ്ങനെയാണ്: ഒരു ഭവനമാകുന്ന ഈ ഭവനത്തിൻ്റെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ഭവനത്തിൻ്റെ അധികാരി, ഓണറ് പഴയ മനുഷ്യനായിരുന്നു. ഈ പഴയ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പഴയ മനുഷ്യന് എല്ലാത്തിനും, എല്ലാ മ്ലേച്ഛതയ്ക്കും അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യത്തിനും ഈ പഴയ മനുഷ്യന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പാപം വന്ന് ഈ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കതവ് മുട്ടുമ്പോൾ ഈ പഴയ മനുഷ്യനും, പിന്നെ ഈ വീട്ടിൽ വേറൊരാളുണ്ട്, ഇവിടുത്തെ ജോലിക്കാരൻ. ഈ ജോലിക്കാരൻ ആരാ? നമ്മുടെ ഫ്ലഷ്. അപ്പോൾ ഈ പഴയ മനുഷ്യനും പ്രശ്നമില്ല, നമ്മുടെ ഫ്ലഷിനും പ്രശ്നമില്ല. പാപം വരുമ്പോൾ കതവ് തുറന്നു കൊടുക്കും. അപ്പോൾ പാപം നമ്മുടെ ഉള്ളിൽ കയറും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. രണ്ടാമത്തെ, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീട്ടിലെ ജോലിക്കാരനായ ഫ്ലഷ് മാറുന്നില്ല, പക്ഷെ ഒരാൾ മാറും. ആരാ മാറുന്നത്? ഇതിൻ്റെ ഓണർ മാറുക. ഓണർ മാറിക്കഴിയുമ്പോൾ ഈ ഓണറിന് പഴയ പ്രവൃത്തികളോടൊന്നും താല്പര്യമില്ല. പുള്ളിക്ക് താല്പര്യം വിശുദ്ധിയോട് മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് പാപമൊക്കെ വന്ന് കതയം കൂട്ടിക്കഴിഞ്ഞാൽ പുള്ളി തുറക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരി മാറി, കർത്താവ് മാറി. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പാപം കയറുന്നതെന്ന് ചോദിച്ചാൽ, ഈ അകത്തുള്ള പുതിയ മനുഷ്യനാണെങ്കിലും ഈ പുതിയ മനുഷ്യൻ അങ്ങ് ക്ഷീണിച്ച്, ഫുഡൊന്നും ലഭിക്കാതെ, വചനമൊന്നും കേൾക്കാതെ, പ്രാർത്ഥനയൊന്നും ഇല്ലാതെ അങ്ങനെ ക്ഷീണിച്ചിരിക്കുവാണെങ്കിൽ, ഈ പുതിയ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയടാ കഥ തുറക്കല്ലേ എന്നൊക്കെ പറയുമെങ്കിലും അപ്പോഴത്തേക്ക് ഫ്ലഷ് കഥ തുറക്കും. കാര്യം ഈ മനുഷ്യന് ഒരധികാരവും ഇല്ല. ഹല്ലേലൂയ. നമ്മുടെ മനുഷ്യൻ, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിയോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്ന ആ ബലമുള്ള ഒരകത്ത മനുഷ്യൻ നമുക്കുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ പിശാച് വന്ന് വാതുക്കൽ മുട്ടുമ്പോൾ, പാപത്തിൻ്റെ ഇമ്പങ്ങളും തൽക്കാല ഭോഗങ്ങളുമൊക്കെ വന്ന് നമ്മുടെ ജീവിതത്തിൽ മുട്ടുമ്പോൾ, കതവ് തുറക്കാതെ നമ്മെ ആ അകൃത്യത്തിൽ നിന്ന് മാറ്റി സൂക്ഷിക്കുന്ന ഒരവസ്ഥ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു ബി റെഡി. ഹല്ലേലൂയ. നേരത്തെ കേട്ടതുപോലെയൊക്കെ നമുക്കൊരു റിവൈവൽ വേണം. നമ്മൾ റിവൈവലിന് വേണ്ടി റെഡി ആകണം. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീടൊന്ന് റെഡിയാക്കണം, നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കണം. കാര്യം യുദ്ധം തുടങ്ങിയാൽ പിന്നെ അതിനൊന്നുമുള്ള സമയമില്ല. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരട്ടെ. അധികം നാളുകളില്ല, ഒരു റിവൈവൽ ഇവിടെ സംഭവിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനങ്ങളൊക്കെ നമ്മുടെ അകത്ത് നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ തലമുറകൾ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കണം.
പറഞ്ഞതുപോലെ വളരെ ഫ്രീ ആയിട്ട് എല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടേക്ക് ഹല്ലേലൂയ ഡ്രഗ്സ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മ്ലേച്ഛകരമായ എല്ലാ കാര്യങ്ങളുടെയും അത്രയ്ക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ, തലമുറകളായിരിക്കുമ്പോൾ, നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ, ഈ പാപത്തിൽ നിന്ന് മാറി ജീവിക്കണമെങ്കിൽ ഒരു ദൈവഭയം നമ്മളെ ഭരിക്കണം. ഒരു റെവറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ഗോഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിൽ മാത്രമേ ഇതിനകത്തു നിന്നൊക്കെ മാറി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പഴയ നിയമ ഭക്തന്മാരുടെയൊക്കെ അകത്ത് ഈ ഒരു യഹോവ ഭക്തി ഉണ്ടായിരുന്നു. അവരുടെ അകത്ത് ഈ ദൈവത്തിനെക്കുറിച്ചൊരു ഭയമുണ്ടായിരുന്നു. അതാണ് അവരെയൊക്കെ ശക്തന്മാരാക്കി നിർത്തുവാനായിട്ട് സഹായിച്ച ഒരു കാര്യം. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ടെ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് അല്പസമയം ഒന്ന് എടുക്കാം. കർത്താവേ, ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഡ്രാമയാണോ, അതോ വാസ്തവമായും എനിക്ക് കർത്താവിനോട് ആ ബഹുമാനവും, കർത്താവിനോട് ആ സ്നേഹവും, കർത്താവിനോട് ആ ഭയവും എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മോട് ഓരോരുത്തരോടും ഒന്ന് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാനായിട്ട് തിരുകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ആ സീരിയസ്നെസ്സിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ എന്നെ ഒന്ന് കഴുകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായിട്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവമേ, അത്ര സീരിയസ് ആയിട്ട് അങ്ങയുടെ വചനത്തെയും കർത്താവെ അങ്ങയെയും എൻ്റെ ജീവിതത്തിൽ എടുക്കുവാനായി എൻ്റെ സംസാരത്തെ എല്ലാം കർത്താവ് ഒന്ന് ശുദ്ധീകരിക്കണമേ കർത്താവേ. എൻ്റെ നാവിന്മേൽ സ്വർഗമൊന്ന് തൊടണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളുടെ മേൽ സ്വർഗമൊന്ന് കർത്താവെ പ്രവർത്തിക്കണമേ. ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു ചിന്തയും എൻ്റെ അകത്ത് വന്നുകൂടാ. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും എൻ്റെ നാവിന്മേൽ വന്നുകൂടാ. അങ്ങേക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ കണ്ടുകൂടാ, കേട്ടുകൂടാ. കർത്താവേ, ഹല്ലേലൂയ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം ഇന്നും ഇതിൻ്റെ നടുവിലുണ്ട്. നമ്മളെ ഓരോരുത്തരെയും അവൻ സ്പർശിച്ച്, ഓരോരുത്തരെയും അവൻ കഴുകി യേശുവിൻ്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കുക. നിങ്ങളാരും ഞാൻ പറഞ്ഞ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ സമർപ്പിക്കപ്പെടുന്നത്. ആ വചനമാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. ആ വചനമാണ് ഹല്ലേലൂയ ദേഹവും ദേഹിയും ആത്മാവിനെയും തമ്മിൽ വിഭജിച്ച് ഏതാണ് ദൈവത്തിൻ്റെ ചിന്ത എന്ന് നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഹല്ലേലൂയ. ആ വചനത്തിന് സൃഷ്ടിപ്പ് നടത്തുവാനായിട്ടുള്ള കഴിവുണ്ട്. ആ വചനത്തിന് ട്രാൻസ്ഫോം ചെയ്യുവാനായിട്ടുള്ള കഴിവുണ്ട്. നമ്മെ മുറ്റുമായി മാറ്റുവാനായിട്ട് ആ ദൈവവചനത്തിന് കഴിവുണ്ട്. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തനിൽ നീരക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ കുളിച്ചോ കുഞ്ഞാട്ടിൻ
രക്തത്തിൽ പൂർണ്ണാശ്രയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ട് ആത്മശുദ്ധി നൽകോ രക്തത്തിൽ ഹീമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഒന്ന് കഴുകണമേ അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയുള്ള കുറവുകളെല്ലാം സ്വർഗം ഒന്ന് ക്ഷമിക്കണമേ അപ്പ. കർത്താവേ, പലതും ഞങ്ങൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തതൊക്കെ സ്വർഗം ക്ഷമിക്കണം. കർത്താവേ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നവരായി, കർത്താവിനെ ഭയപ്പെടുന്ന, അങ്ങയെ ബഹുമാനിക്കുന്ന ഒരു തലമുറ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വ്യത്യസ്തരായി നിൽക്കുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ നാവിൽ നിന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഭക്തി മറ്റുള്ളവർ കാണുവാനായിട്ടിടയാകട്ടെ. ലോകത്തിൽ മറ്റുള്ളതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ ഭയപ്പെടുകയും അങ്ങയെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ മാറ്റുന്നതിനായിട്ട് സ്തോത്രം, നിങ്ങളെ പണിയുന്നതിനായിട്ട് സ്തോത്രം, അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ ഇന്നും കർത്താവ് അവിടുന്ന് കഴുകുന്നതിനായിട്ട് സ്തോത്രം. ദുഷ്ടനെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലെയിം ചെയ്യുവാനുള്ളതൊക്കെ സ്വർഗം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയുന്നതിനായിട്ട് സ്തോത്രം. ഇതിനകത്ത് വലിയ വിടുതലുകൾ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം, വലിയ ഡെലിവറൻസ് വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ചെയ്ത ഭോഷത്വങ്ങളെയൊക്കെ സ്വർഗം എന്ന് ക്ഷമിക്കണമേ അപ്പ. ഞങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞു പോയതിനെയൊക്കെ സ്വർഗം എന്ന് ക്ഷമിക്കണമേ അപ്പ. ഞങ്ങളുടെ രക്തത്താൽ ഒന്ന് കഴുകണമേ കർത്താവേ, രക്തത്താൽ ഒന്ന് കഴുകണമേ. ചില സൗഖ്യങ്ങൾ ആത്മമണ്ഡലത്തിൽ അവിടെ നിന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യോബ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ കണ്ണിനോടൊരു നിയമം വെച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നാവിനോടും ചെവിയോടും ഒക്കെ ഒരു നിയമം വയ്ക്കുവാൻ ഒരിക്കലും ഞങ്ങൾ ഭക്തിയുടെ വേഷം ധരിക്കുന്നവരായിട്ടല്ലമ്മ, ഭക്തരായി ജീവിക്കുവാൻ. ഓ റാബാൻ അഷാധുനിക, ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളെ അവിടുന്ന് കഴുകണമേ. അതിനായി ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. എല്ലാം അശുദ്ധിയും ചാരമാകട്ടെ, എല്ലാം അശുദ്ധിയും അവിടുന്ന് കഴുകണമേ അപ്പ. ഹല്ലേലൂയ. രാധുനികമാന ഞങ്ങളുടെ രക്തത്താൽ ഒരിക്കൽ കൂടെ നീ ഞങ്ങളെ കഴുകുന്നതിനായിട്ട് സ്തോത്രം, നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായിട്ട് സ്തോത്രം.
ഞങ്ങളെ ശക്തരാക്കി ദേശത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നിർത്തുന്നതിനായിട്ട് സ്തോത്രം. ദിവസങ്ങളിൽ കർത്താവേ തുറക്കാത്ത വാതിലുകളൊക്കെ ഈ ദിവസങ്ങൾ തുറന്നു വരുന്നതിനായിട്ട് സ്തോത്രം. യഹോവയെ ഭയപ്പെടുന്ന ഒരു ജനറേഷൻ, അതിൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കുവാനായിട്ട് കഴിയും? സർവശക്തനെ ആശ്രയിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ ഒരുവനും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ലല്ലപ്പ. We trust you, we trust you, we trust you, Father Lord. മുറിയപ്പെട്ട ബന്ധങ്ങളൊക്കെ സ്വർഗം ഇന്ന് ഹീൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. നാവിന്മേൽ മുറിയപ്പെട്ട ഹൃദയത്തിന്റെ മുറിവുകളെയൊക്കെ സ്വർഗം ഹീൽ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് സൃഷ്ടിപ്പുകളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനത്തിന് അതിനുള്ള ശക്തിയുണ്ടല്ലോ. അങ്ങയുടെ വചനം ഞങ്ങൾ അനുസരിക്കുമ്പോൾ അവിടെ വലിയ വിടുതലുകൾ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ റിലീസ് ചെയ്യപ്പെടട്ടപ്പ. അവർക്ക് വേണ്ടി തുറക്കാത്ത വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വിള്ളലുകൾ മാറട്ടെ. ഓ റാബാന ശതനഗടര. താങ്ക് യു ജീസസ്. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഞങ്ങൾ ഇന്ന് അനുഭവിച്ച് മടങ്ങുകയാണപ്പ. ചില ദൈവ പ്രവൃത്തികളെ അവിടുന്ന് ചെയ്തതിനായിട്ട് സ്തോത്രം. അതാവെ അടിയൻ അറിയത്തില്ലെങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതത്തിലൊക്കെ ക്രിയ ചെയ്തതിനായിട്ട് സ്തോത്രം. ചിലതിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ മാരിയെ ചൊരിയുന്നതിനായിട്ട് സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാ മാനവും മഹത്വവും ഞങ്ങൾ അംഗീകരിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജീവിതം വളരെ സീരിയസ് ആയി ജീവിക്കുവാൻ, എല്ലാ കാര്യത്തിലും കർത്താവെ ആ യഹോവ ഭക്തി, ആ ഭയത്തോടുകൂടെ ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും അവിടുന്ന് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.